വണക്കം വന്ദനം നമസ്കാരം ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 28 നവംബർ മാസം 2025 രാവിലെ 7:44 ആയിട്ടുണ്ട്. ഇന്നലെ ഒരു ടെലഗ്രാം ചാനലിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, അത് നോക്കുക. ഞാൻ ടെലഗ്രാം ചാനലിൽ ലൈവ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസം അതിനകത്ത് ഇടാറുണ്ട്. ഡെയിലി പ്രതീക്ഷിക്കേണ്ട, അതിൽ 80% അക്യുറസി ഉണ്ട്. ഇന്നലെ നല്ലൊരു താഴോട്ടുള്ള ഒരു മൂവിന് പുട്ടിന് ഒരു കാൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതും അതിൻ്റെ എക്സാക്റ്റായിട്ട് 26,300 എന്ന് പറയുന്ന ആ സ്ട്രൈക്ക് പറഞ്ഞിട്ട് ഇത് കൊള്ളാം, ഇങ്ങനെ ഒരു 15 പോയിൻ്റ് ഇത് വെച്ചിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അത് എപ്പോൾ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നുള്ളത് നോക്കാം. ഈ സ്ട്രൈക്കാണ് ഇന്നലെ ഇമ്പാക്റ്റ് തന്നത് 26,300. ഇത് 26,300ൻ്റെ പുട്ടിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ കൊടുത്തത് 132 രൂപ എന്നുള്ള സ്ഥലത്ത് വന്നപ്പോഴാണ് കൊടുത്തത്. ഈ സ്ഥലത്ത് ഇങ്ങനെ ഓക്കെ 12 മണിയായപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു, 12 മണിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു ഒരു 15 പോയിൻറ്റിൻ്റെ SL പ്ലാൻ ചെയ്തിട്ട് ഒരു PEക്ക് നോക്കാം. എന്നിട്ട് താഴെ 26,350 എന്ന് പറയുന്ന ആ ലെവലിൽ 350 പറയുന്ന ലെവലിലോട്ട് നിഫ്റ്റി ഫ്യൂച്ചർ കണ്ടിന്യൂഷൻ ചാർട്ട് പോകും എന്നും ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ അവിടെ നിന്ന് തുടങ്ങി 15 പോയിൻറ്റിന് 132 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിൻറ്റ് 122 അല്ലേ. അപ്പോൾ 120 താഴെ 117 അടുപ്പിച്ചേ വരുന്നുള്ളൂ. പക്ഷേ ഇത് എക്സാക്ട്ലി നമുക്ക് ഇതിൻ്റെ അവിടുത്തെ വന്നിട്ടാണ് റിവേഴ്സലായി, എന്നിട്ട് മുകളിലോട്ട് നല്ലൊരു മൂവ്, ഏകദേശം 195 രൂപ വരയ്ക്കും അത് പോയി. ഓക്കെ, സോ ഇത് ഇമ്പാക്റ്റ് ചെയ്തു. നമ്മൾ ഇന്നലെ പോയിൻ്റ് ഓഫ് കൺട്രോളും അതായെന്ന് പറഞ്ഞിരുന്നു രാവിലെ 120ഉം 142. ഇങ്ങനെ 2 കാര്യമാണ് ഇന്നലെ പോയിൻ്റ് ഓഫ് കൺട്രോൾ പറഞ്ഞിരുന്നത്. ഇതേ സ്ട്രൈക്ക് 26,300ൻ്റെ CE എക്സാക്ട്ലി 142 രൂപയ്ക്ക് മുകളിൽ പോയില്ല. അതിൻ്റെ അടുത്ത് ഈ ക്യാൻഡിൽ റിജക്ഷൻ എടുത്തു. ഏത് ക്യാൻഡിലാണ്? 11:10 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 142 രൂപയ്ക്ക് റിജക്ഷൻ എടുത്തു. അതിനുശേഷം 120 എന്ന് പറഞ്ഞ സപ്പോർട്ടിനെ പൊളിച്ച് താഴെ ഒരു അക്സെപ്റ്റൻസ് തരികയും നല്ലൊരു മൂവ് താഴോട്ട് തരികയുമാണ് ചെയ്തത്. ഈ സ്ട്രൈക്കാണ് ഇന്നലെ ഇമ്പാക്റ്റ് തന്നതും. ഇവരാണ് 120 രൂപ, 132 രൂപ, 142 രൂപയിലൊക്കെ കണ്ടുമുട്ടിയത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ കാര്യത്തിലോട്ട് പോകാം. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ കാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്, കണ്ടിന്യൂവേഷൻ ചാർട്ടാണ്. ഇതാണ് ലെവൽസ്. ഇന്ന് പോയിൻ്റ് ഓഫ് കൺട്രോൾ 107 രൂപയാണ്. ഇന്ന് പോയിൻ്റ് ഓഫ് കൺട്രോൾ 107ഉം 110. ഓക്കെ, 107 നിങ്ങൾ വെച്ചോളൂ. ഇതാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇന്ന് നമുക്ക് ഒരു വൺ സൈഡ് മൂവ് വേണം എന്നുണ്ടെങ്കിൽ 26,490 മുകളിലും നമുക്ക് എന്താ പറയുക, ഒരു ഓപ്പണോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു അക്സെപ്റ്റൻസോ അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു മൂവ് മുകളിലോട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളെപ്പോഴും ഡയറക്ഷൻ പറയാറില്ല, എങ്കിലും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ കാരണം താഴോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു അപ്പ് മൂവ് തന്നതുകൊണ്ട് ഇത് എങ്ങനെയാണ് താഴോട്ട് വരിക എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ നമ്മുടെ കണക്കനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിൽ അതായത് ഡേ ഓപ്പണിന് മുകളിൽ പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിലും ഡേ ഹൈക്ക് മുകളിലും തന്നാൽ ഒരു ഇമ്പാക്റ്റ് തരും. അത് CE ആണെങ്കിലും PE ആണെങ്കിലും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സോ ഇതാണ് ലെവൽസ്. 107 രൂപയാണ് നമ്മൾ ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. നോക്കുക, നല്ല ട്രേഡുകളിൽ എൻട്രി ചെയ്യുക, നല്ല വിജയങ്ങൾ കൈവരിക്കുക. ആശംസകൾ. വേറൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.